ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും അതുപോലെ തന്നെ എന്താ പറയുന്ന പ്രാർത്ഥനകൾക്കും ഒക്കെ എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി പറയുകയാണ് കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ കുറേ പേര് ലോങ് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചായിരുന്നു. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ ഇതായിരുന്നത് കൊണ്ടാണ് ലോങ് വീഡിയോയിൽ നിന്ന് മാറി കംപ്ലീറ്റ് ഷോർട്ട്സ് ഇട്ടുകൊണ്ടിരുന്നത്. കാരണം ലോങ് വീഡിയോ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി സമയം നിന്ന് വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും. ഷോർട്ട്സ് ആകുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ ബാക്കി എഡിറ്റ് ചെയ്താണെങ്കിലും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എനിക്കാണെങ്കിലും ലോങ് വീഡിയോ ഇടുന്നത് തന്നെയാണ് ഇഷ്ടം. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും ലോങ് ആകുമ്പോൾ. ഷോർട്ട്സ് ആകുമ്പോൾ നമുക്ക് 3 മിനിറ്റിനുള്ളിൽ പറഞ്ഞ് തീർക്കണം, അതാണ് കാര്യം. പിന്നെ ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ ലോങ് വീഡിയോ ഷൂട്ട് ചെയ്തേക്കാമെന്ന്. അങ്ങനെയാണ് കേട്ടോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഞാൻ ഫ്രഷായി എണീറ്റ് കിച്ചണിലേക്ക് എന്നപ്പോഴത്തേക്കും അമ്മമാർ രണ്ടുപേരും കൂടെ കിച്ചണിൽ പൊരിഞ്ഞ യുദ്ധമാണ്. ഒരാളാണെങ്കിൽ മുട്ടക്കറി ഉണ്ടാക്കുന്നു, ഒരാൾ പൂരി ഉണ്ടാക്കുന്നു. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ടാണ് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ അവർക്ക് കുറേ അധികം സമയം വേണ്ടി വരും പൂരി, ചപ്പാത്തി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാൻ. അവർക്ക് പ്രായമായി വരും തോറും ഓരോ വയ്യാഴികളും കൂടി വരുമല്ലോ. നമ്മളെപ്പോലെ സ്പീഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവരത് ഉണ്ടാക്കുന്നുണ്ടപ്പോൾ ഞാൻ പിന്നെ ബെഡ്റൂമിലൊക്കെ വന്നിട്ട് ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയായിട്ട് വിരിച്ചിട്ടു. അതുപോലെ തന്നെ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് കുറച്ച് നേരം വെളിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് ചെന്ന് കുറച്ച് നേരം അവരുടെ കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞു തന്നു. ആ സമയത്ത് അവരവരുടെ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ പണ്ട് മുതലേ കാണുന്ന എല്ലാവർക്കും അറിയാം, എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ മടിയുള്ള കൂട്ടത്തിലല്ല. ആ ഒരു രീതി ഉള്ളത് കൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഇവർ ജോലി ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും അങ്ങനെ സമാധാനമായിട്ട് കിടക്കാനും പറ്റത്തില്ല കേട്ടോ. എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് തുടങ്ങണമല്ലോ, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത കാരണം ഞാൻ എണീറ്റ് വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് കൂടും കേട്ടോ. ഇപ്പം രണ്ടുപേരും എന്നെ വഴക്ക് പറയും, പോയി കിടക്കെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഡോക്ടർ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് അല്ല എനിക്ക് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇപ്പം എനിക്ക് 15 ദിവസത്തെ മെഡിസിൻ ഉണ്ടായിരുന്നു. മെഡിസിൻ കഴിഞ്ഞു. അത് കഴിയുമ്പോൾ പതുക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിക്കോ. കുനിയാനോ നൂരാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വെയിറ്റ് എടുക്കരുത്, പിന്നെ ഒരുപാട് നേരം നിൽക്കരുത്, ഒരുപാട് നേരം ഇരിക്കരുത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം കുറച്ച് ജോലികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ പിന്നെ പൂരിയും കറിയും റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് ഒന്നിച്ചെന്നാൽ കഴിക്കാം, അവർ എണീറ്റ് വരട്ടെന്ന് കേട്ടോ. രാത്രി തനു ഉറങ്ങിയിട്ടേ ഇല്ല, അവൾ വെളുപ്പിനെ ആയപ്പോഴാണ് കേട്ടോ ഉറങ്ങിയത്. അതുകൊണ്ട് അവളിപ്പോൾ എണീറ്റ് വരാൻ ലേറ്റ് ആവുന്നത്. പിന്നെ അപ്പ കൂടെ കിടക്കുന്നത് കൊണ്ട് കൂടെ അപ്പം അപ്പയും മക്കളും കൂടി ഇപ്പോഴും ഉറക്കമാണ് കേട്ടോ. പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കഥകളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അമ്മമാർ രണ്ടുപേരും പഴയകാല കഥകളൊക്കെ ഇങ്ങനെ പറയും കേട്ടോ സമയമുള്ളപ്പം. എനിക്കിങ്ങനെ കഥകളൊക്കെ പറയുന്നത് കേട്ടോണ്ടിരിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ആ കഥയൊക്കെ കേട്ട് കുറേ അധികം നേരം ഞങ്ങൾ അങ്ങോട്ട് അങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങൾക്ക് അമ്മമാരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇതാ ചേച്ചി അനിയത്തിയും കൂടെ പതുക്കെ എണീറ്റ് വരുന്നത് കേട്ടോ. ഇത് ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു സീനാണ്. കാരണം തനു എപ്പോഴും നേരത്തെ എണീക്കാറുണ്ട്. ഞാൻ എപ്പോൾ എണീക്കുന്ന ആ ഒപ്പം തനു എണീക്കാറുണ്ട്. ഇന്ന് ആദ്യമായിട്ടാണ് തനു കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങിയത്. അങ്ങനെ രണ്ടുപേരും കൂടെ വന്ന് അതിനുശേഷം പിന്നെ രണ്ടുപേരെയും കൊണ്ടുപോയി ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അമ്മ. അത് കഴിഞ്ഞ് വന്നിട്ട് പൂരി കഴിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കോളിൽ എൻ്റെ 2 ചേച്ചിമാരാണ്. എനിക്ക് എത്ര ചേച്ചിമാരാണ് ഉള്ളതെന്ന് 1-2 പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 ചേച്ചിമാരാണ് ഉള്ളത്. 2 പേരും വീഡിയോ കോൾ ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക മക്കളുടെ അടുത്ത്. അപ്പോഴേക്കും ദിനും ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പയും മക്കളും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങി. തനുവിനാണെങ്കിൽ പൂരി നമ്മൾ വായി വെച്ച് കൊടുക്കുന്ന ഇഷ്ടമല്ല, അവൾ തന്നെ ഇങ്ങനെ കടിച്ച് കഴിക്കണം. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവൾ തന്നെ അവിടെ ഇരുന്ന് കഴിച്ചോളും. എല്ലാ സാധനമൊന്നും അവൾ കഴിക്കത്തില്ല കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ മാത്രമേ അവൾ കഴിക്കത്തുള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അത് അച്ഛൻ നാട്ടിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിനുവിൻ്റെ അച്ഛനാണേ. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് കുറച്ച് നേരം എല്ലാവരും സംസാരിച്ചൊക്കെ ഇരുന്ന്. പിന്നെ തനുവിനാണെങ്കിൽ കോൾഡ് ഉണ്ടതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ മരുന്ന് അങ്ങ് കൊടുക്കുവാണ്. അവളിങ്ങനെ ഓടും, മരുന്ന് കാണുമ്പോഴത്തേക്ക് ഓടി എവിടെയെങ്കിലും പോയി നിൽക്കും കേട്ടോ. അപ്പോൾ അവിടെ സോഫായുടെ സൈഡിൽ നിന്ന് പിന്നെ പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്നങ്ങ് മരുന്ന് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മമാർ ഉച്ചക്കത്തെ കുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് തീയൽ വെക്കുന്നുണ്ട്. അപ്പോൾ തീയലിന് വേണ്ടിയിട്ട് തേങ്ങ വറക്കുകയാണ് കേട്ടോ ഉഷാമ. കൊഞ്ച് തീയൽ വെക്കാനായിട്ടാണ്. നമുക്ക് കൊഞ്ചിരിപ്പുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ തേങ്ങയൊക്കെ ഒന്ന് അരച്ചൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അങ്ങനെ ഈ അടുക്കളയിലെ പരിപാടികളൊക്കെ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മമാരുള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ വലിയൊരു ഉപകാരമാണ്. അടുക്കളയിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം അവർ രണ്ടുപേരും കൂടെ അങ്ങ് നോക്കിക്കോളും. പിന്നെ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു അമ്മയും അമ്മായിയമ്മയും കൂടെ ഒന്നിച്ച് നിൽക്കുന്നതൊക്കെ ആദ്യമായിട്ട് കാണുവാണെന്ന്. ഇവർ ആദ്യമായിട്ടല്ല കേട്ടോ ഒന്നിച്ചിങ്ങനെ നിൽക്കുന്നത്. ആവശ്യങ്ങൾ വരുന്നപ്പോൾ ഒക്കെ ഒന്നിച്ചിങ്ങനെ വന്ന് നിന്നിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, നാട്ടിലാണെങ്കിലും വീട്ടിൽ ഒന്നിച്ച് ഓരോ ആവശ്യങ്ങൾക്ക് നിന്നിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യമായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഉണ്ടല്ലോ, ഞാനും ദിനവും പാത്തവും
കൂടെ പുറത്തേക്ക് പോവാണ്. നമ്മളൊരു ക്ലിനിക്കിലേക്ക് പോവാണ്. പാത്തുവിന് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട്, ഫ്ലൂവിൻ്റെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വാക്സിൻ എടുക്കാൻ പോകുന്നത് തൊട്ട് തിരിച്ച് വരുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നമ്മൾ വാക്സിൻ എടുക്കാൻ പോയപ്പോൾ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടും. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മീൻ മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കടയിൽ നിന്നാണ് മീൻ മേടിക്കാറ്. ഇത് നാരായണപുര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ഷോപ്പുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ മീൻ മേടിക്കാറ്. അങ്ങനെ മീനൊക്കെ മേടിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ദിനുവാണെങ്കിൽ ചക്ക മേടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ചക്ക ഉണ്ടെങ്കിൽ ചക്ക നോക്കാമെന്ന് പറഞ്ഞിട്ട്, ഇത് ചക്കപ്പൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ളൊരു മലയാളി സ്റ്റോറാണ് കേട്ടോ. അവിടെ പോയി ചക്കയും മേടിച്ച് പിന്നെ കുറച്ച് മാങ്കോയും മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി. അങ്ങനെ നമ്മൾ ചക്കയും മാങ്ങയും അതുപോലെ മീനും എല്ലാമായിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഷോർട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും അമ്മമാർ കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തനുവിനെ ഉറക്കിയായിരുന്നു കേട്ടോ. തനു കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ തനു അങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും തനു ചാടി എണീച്ചിരുന്നു. പിന്നെ കൊണ്ടുവന്ന മാങ്ങയൊക്കെ ദിനു ഒന്ന് എടുത്തു വെക്കുവാണ്. തനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാങ്ങ. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തുടങ്ങും മാങ്ങ 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 എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മാങ്ങയും ചക്കയൊക്കെ എടുത്തു വെച്ച് ചക്ക കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പോയി തൊട്ടൊക്കെ ഒന്ന് നോക്കുവാണ് കേട്ടോ ഇത് എന്താ സംഭവം എന്ന്. അത് കഴിഞ്ഞ് പിന്നെ ദിനു നാരങ്ങ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, സോഡ നാരങ്ങ വെള്ളം. അതങ്ങ് കുടിച്ച് പോയി വന്നതിൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറ്റി കേട്ടോ. അത് കുടിച്ചപ്പോഴത്തേക്കും നല്ലൊരാശ്വാസമായിരുന്നു. അപ്പോഴേക്കും അമ്മമാരുടെ കറികളൊക്കെ എന്തായെന്ന് ഇങ്ങനെ പോയി നോക്കുമായിരുന്നേ. കൊഞ്ച് തീയലും അതുപോലെ കപ്പളങ്ങ തോരൻ, ഓമയ്ക്ക, പപ്പായ എന്നൊക്കെ പറയുന്നത് തോരൻ, മാങ്ങാപ്പഴം കറി, ഇത്രയും കറികൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. ദിനു അന്ന് കയ്യോടെ തന്നെ മീനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങ് റെഡിയാക്കി അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ക്ലീൻ ചെയ്യാണ് കേട്ടോ. മത്തിയുണ്ട്, പിന്നെ കിളിമീനുണ്ട്, അയലയുണ്ട്, വേളൂരിയുണ്ട്. ഇത്രയും മീനാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിത് മേടിക്കുമ്പോൾ കൂടുതലായിട്ട് മേടിച്ചിട്ട് നല്ല മീനാണെങ്കിൽ മാത്രമേ മേടിക്കത്തുള്ളൂ കേട്ടോ. എന്നിട്ട് അത് കൊണ്ടുവന്ന് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ഓരോ സെക്ഷനായിട്ട് പാക്ക് ചെയ്ത് ഫ്രീസറിൽ വെക്കും കേട്ടോ. ഓരോ ദിവസത്തേക്ക് എടുക്കാനുള്ളത് മാത്രം ഓരോന്ന് പാക്ക് ചെയ്ത് വെക്കും. പിന്നെ ഫ്രൈ ചെയ്യാനുള്ള മീനാണെങ്കിൽ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഓരോ ദിവസത്തേക്കുള്ളത് ഓരോ സിപ്ലോ കവറിലാക്കി ഇങ്ങനെ വെക്കും കേട്ടോ. എന്നിട്ട് രാത്രിയിൽ ഞാനതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഐസൊക്കെ മാറി നമുക്ക് ഫ്രൈ ചെയ്യാൻ പരുവത്തിൽ തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ട് ഇതിന് കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് അമ്മ പാത്തുവിനെയും തനുവിനെയും ഒക്കെ കുളിപ്പിച്ചു. തനുവിനെ അമ്മ തന്നെ കുളിപ്പിക്കും. അതേസമയം പാത്തു ആണെങ്കിൽ തന്നെ ഇടയ്ക്ക് കുളിക്കും, ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ കുളിപ്പിച്ച് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിതാണ്ട് ഓരോ കുരുത്തക്കേടിലാണ് തനു. നമ്മൾ കണ്ണ് തെറ്റിയാൽ എന്തെങ്കിലും ഒപ്പിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ആരെങ്കിലും അവളുടെ കൂടെ ഉണ്ടാവണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും അവൾ ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്നാൽ ഫുഡ് കഴിക്കാം, എല്ലാവർക്കും വിശപ്പിൻ്റെ വല്ലാത്തൊരു വിളി വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഊണ് കഴിക്കാമെന്നും പറഞ്ഞ് നമ്മൾ എല്ലാം കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ചൂട് ചോറും മാങ്ങ അച്ചാറും പിന്നെ കൊഞ്ച് തീയൽ, കൊഞ്ചും മുരിങ്ങയ്ക്കായും കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള തീയലാണ് കേട്ടോ. അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കൂട്ടത്തിൽ മാമ്പഴക്കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കപ്പളങ്ങ, പപ്പായ തോരൻ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു കേട്ടോ. എല്ലാം ഞാനാണെങ്കിൽ കുറച്ചായിട്ട് വിളമ്പി എടുക്കുന്നുണ്ട്. ഇപ്പുറത്താണെങ്കിൽ നിന്നുകൊണ്ട് അമ്മയും വിളമ്പുന്നുണ്ട് കേട്ടോ ഓരോ പാത്രത്തിലേക്ക്. അങ്ങനെ വിളമ്പി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരോടും വന്ന് ഇരിക്കുക കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് തനുവിനും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അടിപൊളി ലഞ്ച് ഇതായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് നമ്മുടെ ഊണ് കഴിക്കുകയാണ്. അതിനിടയ്ക്ക് തനു വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കുണ്ടാക്കുകയും പിന്നെ ടേബിളിലൊക്കെ എന്ത് വെച്ചാലും അപ്പം വന്ന് വലിച്ചെടുത്തോണ്ട് പോകും കേട്ടോ. നമ്മുടെ കണ്ണ് തെറ്റിയാൽ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു രീതിയാണ്. നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് കറിയൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ അത് കുറച്ച് അവൾക്ക് എത്തുന്നിടത്താണെങ്കിൽ അവളത് വലിച്ച് താഴെ ഇട്ടിരിക്കും. അപ്പം അവൾ വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി അമ്മ ഒരു പാത്രത്തിൽ കുറച്ച് ചോറ് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അമ്മ അവൾ എന്തിയെന്നാണ് ഈ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനി ചക്കയും മീനും ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഷോർട്സ് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലോങ് വീഡിയോ ആയിട്ടും വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.